ഹലോ മൈ ഡിയർ ക്ലാസ് 9 ഫാമിലി മക്കളെ, നമ്മുടെ ഓണം എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഹിസ്റ്ററിയിലെ വെരി ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മൂവിംഗ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ് അഥവാ ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എന്താണ് സ്റ്റോൺ ഏജ് അഥവാ ശിലായുഗം എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന്റെ ക്ലാസിഫിക്കേഷൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഞാൻ പറഞ്ഞുതരാൻ പോവാണ്. അപ്പം അതിനു മുന്നേ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ട് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കാൻ മക്കളെ. നമ്മൾ ഓൾറെഡി അവിടെ ചാപ്റ്ററും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് അതിന്റെ നോട്ടും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ആയിട്ട് ബാച്ചിലെ മക്കൾ പഠിച്ച് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണം എക്സാം ആകുമ്പോഴത്തേക്ക് ഒരു ടെൻഷനും ഇല്ലാതെ അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ ഹരിസാർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് 9 ആദ്യത്തെ ഒരു ടോപ്പിക് ആയിട്ടുള്ള ആ സ്റ്റോൺ ഏജിന്റെ ആ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം വിത്ത് കോഡ് പറഞ്ഞുതരാൻ പോവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ 3 രീതികളിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, സ്റ്റോൺ ഏജിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞിട്ടുള്ള ഏജിനെ അഥവാ ശിലായുഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജിനെ ആർക്കിയോളജി പുരാവസ്തു ഗവേഷകർ എങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് മനുഷ്യന്മാർ ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽസിന്റെ ബേസിസിലാണ്. മനുഷ്യന്മാർ അന്ന് കല്ല് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റോൺ ഏജ് ആയി മാറി. മനുഷ്യന്മാരന്ന് AK-47 ഉപയോഗിക്കുകയായിരുന്നെങ്കിൽ AK-47 ഏജ് ആയി മാറുമായിരുന്നു. അപ്പം എന്ത് ഉപകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ എന്ത് ചെയ്തിട്ടുള്ളത്, ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ എന്ത് ഉപയോഗിച്ചിട്ടാണ് ആളുകൾ ജീവിച്ചിരുന്നത് എന്നതിന്റെ ബേസിസിലാണ് ആർക്കിയോളജിസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുള്ളത് ഏജസ് ആയിട്ട് മനുഷ്യന്റെ യുഗങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഈ സ്റ്റോൺ ഏജിൽ നമ്മൾ പറയാൻ പോവാണ്. നിങ്ങൾ ഒരു കോഡ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോളൂ മക്കളെ. നമ്മുടെ ഈ പറഞ്ഞ സ്റ്റോൺ ഏജിനെ PMN എന്ന് നിങ്ങൾ ആലോചിച്ച് വെക്കുക. എന്താ സാർ PMN എന്ന് നിങ്ങൾ ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ എളുപ്പ. ഇത് ഓർത്ത് നോക്കാൻ നിങ്ങൾ ഒത്തിരി ആലോചിച്ചാൽ മതി. നമ്മുടെ പ്രധാനമന്ത്രി ആരാ? നരേന്ദ്രമോദി. ആരാണ് നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആരാണ്? നരേന്ദ്രമോദിയാണ്. അതേപോലെ ആലോചിച്ച് വെക്കുക. സ്റ്റോൺ ഏജിനെ PMN എന്ന് പറഞ്ഞ് തരംതിരിച്ചിട്ടുണ്ട്. അതിന് ഒന്നാമത്തതാണ് പാലിയോലിത്തിക്. എന്താ നമ്മൾ അതിനെ വിളിക്കാം? പാലിയോലിത്തിക് എന്ന് വിളിക്കും, അഥവാ പ്രാചീന ശിലായുഗം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു സാധനം ഉണ്ട് M, പ്രധാനമന്ത്രിയുടെ M എന്താണ്? ഇവിടെ നമുക്കറിയാം മീസോലിത്തിക് എന്ന് വിളിക്കാം. ഓക്കെ, മീസോ മീൻസ് മധ്യത്തിലുള്ളത്. ഇത് രണ്ടിനും നടുക്കാരുള്ളത് M ആണുള്ളത്. സോ വിച്ച് മീൻസ് മധ്യശിലായുഗം എന്ന് നമ്മൾ അതിനെ വിളിക്കും. അതിനുശേഷം അവസാനത്തെ ഒരാളാണ് N, അഥവാ നമ്മള് നരേന്ദ്രമോദിയുടെ N. ഓക്കെ, ഈ പറഞ്ഞ നിയോലിത്തിക് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഓക്കെ, എന്താ നമ്മൾ അതിനെ വിളിക്കുക? നവീന ശിലായുഗം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. അപ്പൊ ഇത് ഓരോ ശിലായുഗത്തിനും അല്ലെങ്കിൽ ഓരോ യുഗത്തിന്റെയും പ്രത്യേകതകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓണം എക്സാമിന് ഇത് എങ്ങനെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഓരോ യുഗങ്ങളുടെയും സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ മക്കൾ അറിഞ്ഞിരിക്കുക, പാലിയോലിത്തിക്കിന്റെ സവിശേഷത ആ പേര് തന്നെ ഉണ്ട്, പ്രാചീന ശിലായുഗം. പാലിയോ എന്ന് പറഞ്ഞാല് പഴയത്, പ്രാചീനം എന്ന അർത്ഥം. ലിത്തിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോൺ അഥവാ ശില എന്നാണ് അർത്ഥം. അപ്പൊ രണ്ടിനെയും കൂടെ ചേർത്തിട്ട് ഒരു ഗ്രീക്ക് പദമാണ് പാലിയോലിത്തിക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സ്വാഭാവികമായിട്ട് പാലിയോലിത്തിക് എന്ന് ഓൾഡ് സ്റ്റോൺ ഏജ് ആണ്. അവിടെ പ്രധാനമായിട്ട് നിങ്ങൾ കാണുക ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് എന്നാണ്. അതിൽ തന്നെ ഹണ്ടിങ് അഥവാ വേട്ടയാടലാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന്, പ്രധാനപ്പെട്ട ഒരു ഉപജീവന രീതി, ഒരു ലൈവ്ലിഹുഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അവർ ഉപയോഗിച്ചിരുന്ന കല്ലുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവർ റഫ് സ്റ്റോൺ ടൂൾസ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ചുമ്മാ വെറുതെ ഇപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഇഷ്ടിക കല്ലോ അല്ലെങ്കിൽ വെള്ളാരം കല്ലോ ഒന്നുമല്ല ഉപയോഗിച്ചിരുന്നത്. എന്താണോ കല്ലിന്റെ രൂപം, അന്ന് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള കല്ലിന്റെ രൂപം എന്താണോ അത് ഇതേപോലെ അവർ ഉപയോഗിച്ചിരുന്നുള്ളത്. ദാറ്റ് മീൻസ് അവർ ഉപയോഗിച്ചിരുന്ന കല്ലുകളുടെ സവിശേഷത എന്താണ്? റഫ് സ്റ്റോൺ ആണ്. ഓക്കെ, ഈ പറഞ്ഞ പരുപരിക്കനായിട്ടുള്ള കല്ലുകളാണ്. അതേപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ കേവ് പെയിന്റിങ്സിനെ കാണും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗുഹാ ചിത്രങ്ങളെ നിങ്ങൾ കാണും. ഗുഹയുടെ ഉള്ളിലേക്ക് ചെന്നിട്ട് പാലിയോലിത്തിക്കിന്റെ അവസാന ഭാഗത്തെ ആയപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്തു, ഗുഹകളുടെ ഉള്ളിൽ ഇന്നർ വാൾസിൽ, ഓക്കെ, ഈ കേവിന്റെ ഇന്നർ വാൾസിൽ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അവർ ഉപയോഗിച്ചിരുന്ന കളറുകളൊക്കെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്ലാന്റുകളുടെ അല്ലെങ്കിൽ സസ്യങ്ങളുടെ കളറുകൾ അല്ലെങ്കിൽ വേരുകളുടെ കളറുകൾ കല്ല് പൊടിച്ചിട്ടൊക്കെയാണ് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇത്തരത്തിലുള്ള നിറങ്ങൾ അവർ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പാലിയോലിത്തിക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓൾഡ് സ്റ്റോൺ ഏജ്, ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ്, റഫ് സ്റ്റോൺ ടൂൾസ് ആൻഡ് കേവ് പെയിന്റിങ്സ് എന്നുള്ള ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. ഇതാണ് ആദ്യത്തെ യുഗം എന്ന് പറയുന്നത്. രണ്ടാമത്തെ യുഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മീസോലിത്തിക് ഏജ്. ആ പേര് പറയുന്ന പോലെ മീസോ മീൻസ് മദ്യം അല്ലെങ്കിൽ മിഡിൽ എന്നൊക്കെയാണ് ഗ്രീക്കിൽ പറയുക. അപ്പൊ മീസോലിത്തിക് എന്ന് പറഞ്ഞാൽ മധ്യശിലായുഗം എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് കാണാൻ പറ്റുക? പാലിയോലിത്തിക്കിന്റെ അവസാന കാലഘട്ടം ആയപ്പോഴത്തേക്ക് മനുഷ്യന്റെ ബുദ്ധിവികാസം പതുക്കെ സംഭവിക്കുകയും മീസോലിത്തിക്കിൽ എത്തിയപ്പോൾ അതിന്റെ ഒരു ഏറ്റവും കൂടുതലായി
എത്തുകയും ചെയ്തിട്ടുണ്ട്. പതുക്കെ പതുക്കെ മനുഷ്യന്റെ റാഷണാലിറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളെ മനസ്സിലേക്ക് വരിക മിഡിൽ സ്റ്റോൺ ഏജ് എന്നാണ് ഇതിന് പറയുക. ഒപ്പം തന്നെ ഇവിടെ ഉപയോഗിച്ചിരുന്ന കല്ലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ദാറ്റ് ഈസ് മൈക്രോലിത്ത് എന്നാ പറയുക. എന്തായാലും വിളിക്കുക നമ്മള് മൈക്രോലിത്ത്. ചെറിയ 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 സ്മോൾ ആയിട്ടുള്ള ടൂളുകൾ അല്ലെങ്കിൽ സ്മോൾ ആയിട്ടുള്ള കല്ലുകളാണ് അവിടെയുള്ള ആളുകൾ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. അവിടെയുള്ള പ്രധാനപ്പെട്ട തൊഴിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഉപജീവന രീതി എന്ന് പറയുന്നത് ഹണ്ടിങ് തന്നെയാണ്. ഹണ്ടിങ് എന്ന് പറയുന്ന എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു സമയം കൂടെ ആവുന്നത് ഈ പറഞ്ഞ മീസോലിത്തിക് കാലഘട്ടത്തിലാണ്. ഒപ്പം തന്നെ ഫിഷിംഗ് കൂടെ, മത്സ്യബന്ധനം കൂടെ അല്ലെങ്കിൽ മത്സ്യങ്ങളെ അവരെന്ത് ചെയ്ത് വേട്ടയാടാനൊക്കെ തുടങ്ങിയ ഒരു സമയം കൂടിയാണ് എന്തെന്ന് പറയുന്നത്, മീസോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട യുഗം എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ എന്താണ്, പാലിയോലിത്തിക്, രണ്ടാമത്തത് മീസോലിത്തിക്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെയൊക്കെ ഓരോ സെന്ററുകൾ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, ഒന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇനി നമ്മൾ നോക്കുന്ന നിയോലിത്തിക് ഏജ് ആണ്, അവസാന കാലഘട്ടത്താണ്. ഈ അവസാന കാലഘട്ടം എപ്പോഴും എന്ത് തന്നെയാണ്, വളരെ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള, കണ്ടിന്യൂസ്ലി നിങ്ങളോട് ചോദിച്ചു കണ്ടിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ് നിയോലിത്തിക് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ രണ്ട് പ്രധാനപ്പെട്ട സവിശേഷതകളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന് എന്ന് പറയുന്നത് ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ ലെവൽ വളരെയധികം കൂടിയ ഒരു കാലഘട്ടം, ആശയവിനിമയം ഈ ഒരു സമയത്ത് വളരെയധികം കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിയണം ഇവിടെ എന്ത് ചെയ്തു, അഗ്രികൾച്ചർ എന്ന് പറയുന്ന അല്ലെങ്കിൽ കൃഷി എന്ന് പറഞ്ഞ സാധനത്തിനെ ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചർ ഡെവലപ്ഡ് ആയിട്ടുള്ളത് ഏത് കാലഘട്ടത്തിലാണ്, കൃഷി ഡെവലപ്പ് ആയത് വികസിച്ചത് ഈ കാലഘട്ടത്തിലാണ്. അതായത് നിയോലിത്തിക്, നവീന ശിലായുഗ കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിലാണ് ആളുകൾക്ക് റാഷണാലിറ്റി വന്നതെന്നൊക്കെയാ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗോർഡോൺ ചൈൽഡ് എന്ന് പറഞ്ഞിട്ടൊരു ശാസ്ത്രജ്ഞനൊക്കെ ഈ ഒരു കാലഘട്ടത്തിനെ നിയോലിത്തിക് റെവല്യൂഷൻ, നവീന ശിലായുഗ വിപ്ലവം എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് എന്ന് പറഞ്ഞു വെക്കേണ്ടതാണ്. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. സ്വാഭാവികമായിട്ട് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് അഥവാ മൃഗങ്ങളെ ഇണക്കി വളർത്തുക എന്നുള്ളതും നിയോലിത്തിക് കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ നിങ്ങൾ കണ്ടാൽ മതി ന്യൂ സ്റ്റോൺ ഏജ് എന്ന് പറയുക. അഗ്രികൾച്ചർ എന്ന് പറയുന്നത് അവിടെ കാണാൻ പറ്റും, തുടക്ക കാലഘട്ടത്തിൽ കാണാൻ പറ്റും. പെർമനന്റ് ആയിട്ട് ആളുകൾ താമസിക്കാൻ തുടങ്ങിയത് ഈ ഒരു സമയത്തൊക്കെയാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. പോട്ടറിയും വീവിംഗ് ഡെവലപ്പ് ഒക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു 3 കാലഘട്ടങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മൂവിംഗ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ഏകദേശം 80% നിങ്ങൾ പഠിച്ചു എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഓണം എക്സാമിന് എവിടുന്ന് ചോദിച്ചു കഴിഞ്ഞാലും എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ മക്കളെ. നിയോലിത്തിക് കാലഘട്ടത്തിലെ അവസാന കാലഘട്ടത്തിലെ സെന്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കാൻ മക്കളെ. ഫ്യൂച്ചർ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. ഹരിസാർ നിങ്ങളോട് സോഷ്യൽ സയൻസിന് എപ്പോഴും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് മക്കളെ. ഹാപ്പി ലേണിംഗ്. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വളരെ പെട്ടെന്ന് തന്നെ കാണാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.